ഹായ് എവരി വൺ, എല്ലാവർക്കും ടെക് ടോക്ക് മണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ്. ഇൻഷോട്ട് വീഡിയോ എഡിറ്ററിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. വളരെ സിമ്പിളും വളരെ പവർഫുള്ളുമായിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റർ ടൂളാണിത്. ബിഗിനേഴ്സിന് കൂടെ നല്ല രീതിയിൽ നിങ്ങൾ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ബിഗിനേഴ്സിന് കൂടെ നല്ല രീതിയിൽ അത് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഇന്നത്തെ ഈ വീഡിയോ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പിക്സൽ ലാബിന്റെ തംബ്നെയിൽ, ഹൗ ടു ക്രിയേറ്റ് തംബ്നെയിൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് സജഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് പിക്സൽ ലാബിന്റെ തംബ്നെയിൽ എഡിറ്റിംഗ് കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമന്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇൻഷോട്ടിൻ്റെ ഇൻ്റർഫേസ്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇൻ്റർഫേസ് ഇതാണ്. ഇതിനകത്ത് 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഒരു വീഡിയോ ഓപ്ഷനുണ്ട്, രണ്ടാമത്തെ ഒരു ഫോട്ടോ ഓപ്ഷനുണ്ട്, മൂന്നാമത്തെ ഒരു കൊളാഷ് ഓപ്ഷനുണ്ട്. ഈ ഫോട്ടോ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണിത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും, താഴെ വരുന്ന ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് ആദ്യത്തെ ക്യാൻവാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസിലേക്ക് നമുക്ക് ഇതിൻ്റെ പിക്ചറിനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 1:1, ഇത് ഫോട്ടോയുടെ അതേ 1:1 റേഷ്യോ ആണ്. 16:9 അല്ലെങ്കിൽ 4:3, 2:3. അപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് ഒറിജിനൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ നോ ഫ്രെയിം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒറിജിനലിലേക്ക് തന്നെ പോകും. നമുക്ക് ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഫോട്ടോ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. അതാണ് ഈ ക്യാൻവാസിൻ്റെ ഒരു ഗുണം. രണ്ടാമത്തേത് ഫിൽറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളർ ടോൺ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലെ കളർ ചേഞ്ച് ചെയ്യുന്നത് കുറച്ച് കാണാൻ പറ്റും. താഴെ സിനിമ 1, 2, 3 എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഫിലിം 1, ഫിലിം 2, സ്കിൻ. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കളേഴ്സിൽ. നമുക്ക് വേണ്ട കളർ ഡിഫറൻസസ്, നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻറ്റേജ്, പല രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. എഫക്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു എഫക്റ്റാണ്. ശരിക്കും ഇത് ഫോട്ടോ മോഡിൽ ഇത് എഫക്റ്റ് വരത്തില്ല, കാരണം ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു എഫക്റ്റാണത്. അടുത്തത് അഡ്ജസ്റ്റ് നമുക്ക് കൊടുക്കാൻ ഇതിൻ്റെ ലൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, വാംത്ത്, ടിൻറ്റ്, ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പിക്ചറിനെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാം, ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട്. ബ്ലർഡ് ഇമേജ്, അല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രേഡിയൻറ്റ്, ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെങ്കിൽ ഒരു കളർ ഗ്രേഡിയൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ക്രോപ്പ്. നമുക്ക് വേണ്ട ഡിസൈഡിലേക്ക് നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. എത്രയാണോ നമുക്ക് വേണ്ടത് അതിലേക്ക്. സ്റ്റിക്കർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പല സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് സ്റ്റിക്കർ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഫ്രെയിം, നമുക്ക് പിക്ചറിന് ഒരു ഫ്രെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് സ്ക്വയർ ഫ്രെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഫ്രെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പല ഫ്രെയിംസ് അവൈലബിൾ ആണ്. സ്റ്റാർ ഷേപ്പിലുള്ള ഫ്രെയിംസ് അവൈലബിൾ ആണ്, ലവിൻ്റെ ഷേപ്പിലുള്ളത് അവൈലബിൾ ആണ്, ട്രയാങ്കുലർ ഷേപ്പ് അവൈലബിൾ ആണ്. ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആ ഇമേജിനെ മൂവ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാം. നമുക്ക് സൂം ഔട്ട് ചെയ്യാം, സൂം ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഫോട്ടോസിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ. ഇതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫോൾട്ട് ഗാലറിയിൽ സേവ്ഡായി. ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് കൊളാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമേജസ് ചൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ഇമേജ് ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ തന്നെ 3 പിക്ചേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 3 പിക്ചേഴ്സ് നമുക്ക് 1 by 1 ആയിട്ട് പാരലലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചൂസ് ചെയ്യാം, 3 പിക്ചേഴ്സ് ചൂസ് ചെയ്തു. ഇപ്പോൾ പല ഇതിൻ്റെ ലേഔട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ലേഔട്ടിൽ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് മേളിൽ ഒരെണ്ണം, താഴെ 2 എണ്ണം, മേളിൽ 2 എണ്ണം, താഴെ 1 എണ്ണം, ലെഫ്റ്റിൽ 2 എണ്ണം, റൈറ്റ് സൈഡിൽ
ഒരെണ്ണം, അങ്ങനെ രീതിയിൽ നമുക്ക് പല ലേ ഔട്ട്സും അവൈലബിൾ ആണ്. ഇതാണ് കൊളാഷ് എന്ന് പറയുന്നത്. അതായത് പല ഇമേജസിനെ കൂട്ടിച്ചേർത്ത് ഒരു സിംഗിൾ ഇമേജായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്ക് ഈ ഇമേജിനെ മൂവ് ചെയ്ത് സെൻറ്ററിലേക്കൊക്കെ മൂവ് ചെയ്ത് നമുക്ക് ഫോക്കസ് ചെയ്യിപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണണോ അല്ലെങ്കിൽ കാണണ്ടേ, അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ബോർഡർ. ഓരോ പിക്ചറിന് ശേഷം ബോർഡർ വേണോ എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷനിലുള്ളത്. ഇതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് ബോർഡർ കൊടുത്തു, നമ്മൾ ക്യാൻവാസ് കൊടുത്തു. സെയിം നേരത്തെ ചെയ്ത മാതിരി തന്നെ സിംഗിൾ ഇമേജിനെ സെലക്ട് ചെയ്ത മാതിരി തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഇമേജിൻ്റെ ഈ കൊളാഷിനെ നമുക്ക് വേണ്ട സൈസിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. 16:9 അല്ലെങ്കിൽ 14:3, 4:3 അങ്ങനെ പല ക്യാൻവാസും നമുക്ക് സെലക്ട് ചെയ്യാം. ഫിൽറ്റർ പല ഓപ്ഷൻസും നമുക്ക് കൊടുക്കാം. കളർ ടോൺസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ നേരത്തെ കൊടുത്ത മാതിരി തന്നെ ബ്ലഡ് ഇമേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഈ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളേഴ്സ് കൊടുക്കാം. ടെക്സ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആ ടെക്സ്റ്റിന് വേണമെങ്കിൽ തന്നെ നമുക്ക് പല ഇത് കൊടുക്കാൻ പറ്റും. ഫ്രെയിംസ് നേരത്തെ കണ്ട മാതിരി ഫ്രെയിംസ് കൊടുക്കാം. മൂന്നാമത്തെ ഓപ്ഷനാണ് ഇതിനകത്തുള്ളത് വീഡിയോ. നമുക്കിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ ഇതിനകത്തൊരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മളുടെ ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഗാലറിയിൽ നിന്ന് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് ക്യാൻവാസാണ്. അതായത് നമുക്ക് ഏത് സൈസിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്നത് 1:1, 1:1 അല്ലെങ്കിൽ 16:9, 4:3 ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ എടുക്കാം. നമ്മൾ ഈ ഒരു 4:3, 16:9 ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരു അഡീഷണൽ ഒരു ഇമേജ് സ്പേസ് വന്നിട്ട് ഇത് വേക്കൻറ്റ് സ്പേസസ് ഫില്ല് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ 1:1 എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഫ്രെയിം ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും, അതായത് ബ്ലാക്ക് ആയിരിക്കും അപ്പുറവും വരുന്നത്. നിങ്ങൾ ലാർജർ സ്ക്രീനിൽ പ്ലേ ചെയ്യുമ്പോൾ, വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ, അപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വേക്കൻറ്റ് സ്പേസസ്, അതായത് ബ്ലാക്ക് സ്പേസസ് ആയിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. അതൊരു ഓക്വേർഡാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്തെടുക്കാം അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്തെടുക്കാം. 16:9 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സൂം ചെയ്തെടുക്കാം. മുഖം മാത്രമേ കാണത്തുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ. അതിനുശേഷം നമുക്ക് മ്യൂസിക് ഓപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ട്രാക്സ് ആഡ് ചെയ്യാം. അതായത് ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് ട്രാക്സ് അവൈലബിൾ ആണ്, കുറച്ച് ട്രാക്സ് അവൈലബിൾ ആണ്. അതില്ലെങ്കിൽ നമുക്ക് മൈ മ്യൂസിക്കിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. മൈ മ്യൂസിക്കിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നമ്മുടെ സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഉപയോഗിക്കാൻ പറ്റും. പ്ലേ ചെയ്യുമ്പോൾ നമ്മളുടെ വോയിസിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എഫക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് മ്യൂസിക്കൽ എഫക്ട്സ് പല ഇത് കൊടുക്കാം. നമുക്ക് വെപ്പൺസിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ബെൽസിൻ്റെ സൗണ്ട് അങ്ങനെയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് മ്യൂസിക് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റിക്കറാണ്. നമ്മൾ നേരത്തെ ഇമേജസിൽ കണ്ട മാതിരി നമുക്ക് പഴയ സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ആ ഒരു സ്റ്റിക്കർ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് ടെക്സ്റ്റാണ്. നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ്, എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഇതിനകത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് കൊടുക്കാം. ഫിൽറ്റർ നമ്മൾ നേരത്തെ ഇമേജിൽ കണ്ട മാതിരി തന്നെ ഇതിനകത്ത് പല കളർ ടോൺസ് അവൈലബിൾ ആണ്. സിനിമ 1, സിനിമ 2, സിനിമ 3 അങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി കളർ, വിൻറ്റേജ് എന്നൊക്കെ പറഞ്ഞ് കുറേ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇല്ല നമുക്കിതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒറിജിനൽ തന്നെ സെലക്ട് ചെയ്യാം. ട്രിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ശരിക്കും നമുക്കൊരു വീഡിയോ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ നിന്ന് വേറൊരു ലെങ്ത്തിലേക്ക് നമുക്ക് ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഒരു 49 നമുക്ക് ട്രിം ചെയ്യണം. അങ്ങനത്തെ കേസിലാണ് നമുക്കിത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ആ ഇതിലേക്ക് നമുക്ക് ട്രിംഡായി സ്പ്ലിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്കൊരു വീഡിയോനെ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ട്രാൻസിഷൻ വേണമെങ്കിൽ കൊടുക്കാം. ആ സ്ഥലത്ത്
അതായത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, പിന്നെ കുറച്ച് ടോക്സ് അല്ലെങ്കിൽ കുറച്ച് മണി മേക്കിംഗ് ടിപ്സ് ഇതെല്ലാം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ഇമേജ് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാം, ബ്ലഡ് ഇമേജ് ആയിട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഫുൾ ബ്ലഡ് ആയിട്ട് കൊടുക്കാം, വിസിബിളായിട്ട് കൊടുക്കാം. സ്പീഡ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ സ്പീഡ് നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കുറച്ച്. നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ സ്ലോ ആണ് നമ്മൾ എടുത്തേക്കുന്ന വീഡിയോ എങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓഡിയോ ചെയ്തേക്കുന്നതാണെങ്കിൽ പലപ്പോഴും ഇത് ഓഡിയോ കൂടെ ഫാസ്റ്റായി പോകും, അപ്പോൾ അത് ശരിയാവുകയില്ല. അപ്പോൾ ഓഡിയോ ഇല്ലാത്ത വീഡിയോകളിൽ നമ്മൾ ചില സമയത്തൊക്കെ കുക്കിംഗ് വീഡിയോസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത സാധനങ്ങൾ കാണിക്കാൻ പോകുന്ന സമയങ്ങളിൽ ഈ ഒരു സ്പീഡ് ഓപ്ഷൻ വളരെ യൂസ്ഫുള്ളാണ്. അതായത് ആളുകൾക്ക് വളരെ സ്ലോയിൽ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വളരെ ബോറടിക്കും. സോ ആ സമയത്ത് നമുക്ക് സ്പീഡ് ഓപ്ഷൻ ഉപയോഗിച്ച് വീഡിയോ കുറച്ച് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ക്രോപ്പ്, നമുക്കിപ്പോൾ ഇത് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇത് ക്രോപ്പ് ചെയ്യാൻ പറ്റും. വീഡിയോ നമുക്ക് ക്രോപ്പ് ചെയ്യാം. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ എടുത്ത് നമുക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം ഇതേ വീഡിയോ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. ഫ്ലിപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നേരത്തെ വീഡിയോ ഉണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിലേക്കാവും, റൈറ്റ് സൈഡിൽ നിന്നാണ് വീഡിയോ എടുത്തേക്കുന്നതെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലേക്കാവും. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഫ്ലിപ്പ് ബട്ടൺ ഉപയോഗിച്ച്. ഫ്രീസ് എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ സ്ഥലത്ത് നമുക്കൊരു ഇമേജിനെ ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാൻസിഷനും കൊടുക്കാം. അതായത് ഒരു ഇമേജിന്റെ ഫ്രെയിമിൽ നിന്ന് അടുത്ത വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കണ്ടതാണ് ഒരു ശരിക്കും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്രെയിം നമുക്ക് വേണ്ട ട്രാൻസിഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജ് ഫ്രെയിമിൽ നിന്ന് അടുത്ത ഇമേജിലേക്ക് പോകുമ്പോൾ ആ ഒരു വീഡിയോ പറ്റും ഫ്രീസ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട്. സോ ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ, ഇൻഷോട്ടിൻ്റെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ. ഇതുപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. എല്ലാ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ടെക്സ്റ്റും നമുക്ക് വേണ്ട സ്റ്റിക്കറും നമുക്ക് വേണ്ട മ്യൂസിക്കും എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് അത് ചോദിക്കുന്നുണ്ടാവും. ഒന്നെങ്കിൽ 1080 അല്ലെങ്കിൽ 720, 640. നമുക്കിപ്പോൾ ഹയർ ക്വാളിറ്റി വീഡിയോ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1080 തന്നെ സെലക്ട് ചെയ്യുക. നമ്മുടെ ഗാലറിയിൽ പോയി അത് സേവ് ആകുന്നുണ്ടാകും. ഇൻഷോട്ട് എന്ന് പറഞ്ഞൊരു ഫയൽ നെയിം വെച്ചിട്ടായിരിക്കും അത് സേവ് ആകുന്നത്. അപ്പോൾ ആ ഫയൽ നെയിം ഉപയോഗിച്ച് നമുക്കത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ എടുത്ത് കാണാനായിട്ട് നമ്മൾ ഇൻഷോട്ട് എന്നുള്ളൊരു ഫയൽ നെയിം സ്റ്റാർട്ടിങ്ങിലുള്ള നമ്മൾ നേരത്തെ കൊടുത്ത ഫയൽ നെയിം ആയിരിക്കത്തില്ല ചിലപ്പോൾ ഗാലറിയിൽ സേവ് ആകുന്നത്. സോ അങ്ങനത്തെ കേസസിൽ നമ്മൾ ഇൻഷോട്ട് എന്നുള്ളൊരു വീഡിയോ ഒന്നെങ്കിൽ അത് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ഫോൾഡറിൽ കിടപ്പുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മളുടെ ഗാലറി ഫോൾഡറിൽ തന്നെ അത് കിടപ്പുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതാണ്. വളരെ സിമ്പിളാണ്. എല്ലാ യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും വളരെ ഈസി ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ് ഇൻഷോട്ട്. എൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്. മറ്റുള്ള യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.